സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഇയർ നമ്മൾ ഇത് കഴിച്ചേ പറ്റുള്ളൂ. ഏതാണ് ബ്ലഡ് തിന്നേഴ്സ് കഴിക്കണം. ആസ്പിരിനും ക്ലോപ്പിഡോഗ്രിലും പിന്നെ മിക്കവാറും വേറെ ഒരെണ്ണം കൂടെ 2-3 മെഡിസിനൊക്കെയാണ് പലപ്പോഴും ഇപ്പോൾ കൊടുത്ത് കാണാറുള്ളത്. അത് പിന്നെ ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഇപ്പം കഴിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ് ഹാർട്ട് ഡിസീസിന് വേണ്ടിയിട്ട് ഈ പേസ് മേക്കർ വെക്കുന്നത്. അപ്പം ഞാൻ പല പേഷ്യൻസും കാണുന്നുണ്ട് ഹാർട്ട് ബീറ്റ് കുറയാനുള്ള മരുന്നും കൊടുത്ത് ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് കുറവ് യൂഷ്വലി ഹാർട്ട് ബ്ലോക്ക് വരുമ്പോൾ ഹാർട്ട് ബീറ്റിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പക്ഷെ അത്തരം പേഷ്യൻസ് ഒക്കെ പലരും ഹാർട്ട് ബീറ്റ് കുറയ്ക്കാനുള്ള മരുന്നും കൂടെ കഴിച്ചുകൊണ്ടാണ്. അപ്പം നമ്മൾ അതും പേഷ്യൻസ് നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ ആക്ഷൻ എന്താണെന്നും കൂടെ പഠിക്കാൻ നോക്കണം. ഈ ബീറ്റ ബ്ലോക്കർ ഒക്കെ പോലെയുള്ള മരുന്നുകൾ ഹാർട്ട് ബീറ്റിന്റെ നമ്പർ കുറയ്ക്കും. അതും പിന്നെ ഈ അരിത്മിക്കുള്ള മരുന്നും എല്ലാം കുറച്ച് കഴിച്ചുകൊണ്ടാണ് പലരും അത് കഴിഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് കുറവാണെന്ന് പറഞ്ഞ് പേസ് മേക്കർ ഇടും. വൺസ് പേസ് മേക്കർ ഇട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിച്ചുകൊണ്ടിരുന്നേ പറ്റുള്ളൂ. അപ്പം പേസ് മേക്കർ വെക്കാൻ പറയുമ്പോഴും ഹാർട്ടിന്റെ ഇതിന്റെ ഒരു ഭാഗമാണല്ലോ ഈ അരിത്മിയ വന്നിട്ട് അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള സർജറിയാണ്. അതിൽ 2 തരം സർജറി ഉണ്ട്. ഒന്ന് കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ പേസ് മേക്കർ വെക്കും. കൂടുന്ന വരുമ്പം ഓവറായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ ഇലക്ട്രോ ഫിസിയോളജിക്കൽ സർജറി എന്ന് പറയും. അതായത് നമ്മളുടെ ഈ ഹാർട്ടിൽ നമ്മുടെ ഈ ഇമ്പൾസസ് ഉണ്ടാക്കുന്നത് അതിനെ റേഡിയേഷനൊക്കെ വെച്ച് കരിച്ചു കളയുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങനത്തെ സർജറീസ് ആണ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാവുന്നേ ഉള്ളൂ.